നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. MG സർവകലാശാല ക്യാമ്പസിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ഉന്നത പഠനത്തിന് അപേക്ഷ നൽകിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ സ്കോളർഷിപ്പോടെ PhD, PG ബിരുദ കോഴ്സുകൾ പഠിക്കാൻ 58 രാജ്യങ്ങളിൽ നിന്ന് 885 പേരാണ് ഇത്തവണ അപേക്ഷ നൽകിയത്. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ ഇത് 571 ആയിരുന്നു. PhD 187, PG 406, ഡിഗ്രി 292 എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലായി ഈ വർഷം ലഭിച്ച അപേക്ഷകളുടെ എണ്ണം. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത്. 79 പേർ അപേക്ഷ നൽകി. ആഫ്രിക്കയിലെ തന്നെ സുഡാനിൽ നിന്ന് 77 പേരുണ്ട്. ബോട്സ്വാന 67, ബംഗ്ലാദേശ് 59, ഇറാഖ് 58, ടാൻസാനിയ 57, നൈജീരിയ 52, മലാവി 48, യമൻ 39, ശ്രീലങ്ക 39, മാലി 33, ലെസാത്തോ 26, നേപ്പാൾ 22, അംഗോള 22 എന്നിവയാണ് കൂടുതൽ അപേക്ഷകരുള്ള രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് MBA കോഴ്സിനാണ്. 70 പേരാണ് MBA കോഴ്സിലേക്ക് അപേക്ഷിച്ചത്. അതേസമയം കേരളത്തിൽ നിന്നും വിദ്യാർത്ഥി കുടിയേറ്റത്തിന്റെ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2018 മാത്രം 1,29,763 വിദ്യാർത്ഥി കുടിയേറ്റക്കാരുണ്ടായിരുന്നതെങ്കിൽ 2023 ആയപ്പോഴേക്കും ഈ കണക്ക് കുത്തനെ ഉയർന്നു. 2023 2,50,000 വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പറന്നത്. നോർക്കയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. കേരളത്തിൽ നിന്നുള്ള പ്രവാസത്തിന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കണക്കെന്ന് പറയുന്ന സർവേ റിപ്പോർട്ടിൽ പറയുന്നു. 17 വയസ്സിന് മുൻപ് തന്നെ നാട് വിടുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വിദേശത്ത് പഠിക്കാൻ യുവതലമുറ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള മൊത്തം പ്രവാസികളിൽ 11.3% പേർ വിദ്യാർത്ഥികളാണെന്നും അതേസമയം ആകെ കുടിയേറ്റക്കാരുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ 9 ജില്ലകളിലും പ്രവാസികളുടെ എണ്ണം കുറഞ്ഞതായും കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.